എന്തുകൊണ്ട് ഒരു ചുവന്ന പൂവ് ചുവന്നിരിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മനസ്സിൽ ഉത്തരം വന്നു കഴിഞ്ഞു. ചുവന്ന പൂവ് ചുവന്നല്ലാതെ പിന്നെന്താ വെള്ള നിറത്തിലാണോ അതോ പച്ച നിറത്തിലാണോ ഇരിക്കേണ്ടത് എന്നുള്ളതാണ്. ചിലർ വിചാരിക്കുന്നത് ഈ ചോദ്യം ചോദിച്ച ആളിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, പുള്ളിക്ക് ചെവിയിൽ പൂ വെച്ചുകൊണ്ട് പോകാനുള്ള സമയമായോ എന്നാണ് ചിലർ വിചാരിക്കുന്നത്. ഓക്കെ, ഞാൻ ചോദിച്ച ചോദ്യം ഒരു മെറ്റാഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്താണ് മെറ്റാഫിസിക്സ്? മെറ്റാഫിസിക്സ് എന്നാൽ ബിയോണ്ട് ഫിസിക്സ് എന്നാണ്. ഫിസിക്സിന് കംപ്ലീറ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ കഴിയാത്ത വിഭാഗം എന്നുള്ളതാണ് മെറ്റാഫിസിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ അതിഭൗതിക ശാസ്ത്രം എന്നൊക്കെ വേണമെങ്കിൽ അതിനെ പറയാം. അപ്പോൾ ഞാൻ ചോദിച്ച ചോദ്യം എന്തുകൊണ്ട് ഒരു ചുവന്ന പൂവ് ചുവന്നിരിക്കുന്നു എന്നുള്ളതാണ്. ചെറിയ ക്ലാസ്സുകളിൽ, ശാസ്ത്ര ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു വസ്തുവിൽ പ്രകാശം വന്ന് വീണു, ആ വീണിട്ട് പ്രകാശത്തിനെ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നു, പ്രതിഫലിപ്പിക്കുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഓരോ വസ്തുക്കളെയും കാണാൻ കഴിയുന്നത്. ഒരു വസ്തുവിൽ പ്രകാശം വന്ന് പതിക്കുമ്പോൾ ആ സ്പെക്ട്ര, അതിൽ 7 കളറുകളാണുള്ളത്, നമുക്ക് കേട്ടിട്ടുണ്ട്. വെബ്ജിയോർ എന്ന് പറയുന്ന 7 നിറങ്ങൾ ചേർന്ന വർണ്ണരാജിയാണ് സ്പെക്ട്ര. ഈ സ്പെക്ട്രയിൽ ഏത് കളറാണോ റിഫ്ലക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രതിഫലിക്കപ്പെടുന്നത് ആ വസ്തുവിനെ നമ്മൾ ആ നിറത്തിൽ കാണുന്നു. അതിൻ്റെ അർത്ഥം ബാക്കിയുള്ള നിറങ്ങളെയെല്ലാം ആ വസ്തു ആഗിരണം ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു ചുവന്ന പൂവ് എന്തുകൊണ്ട് ചുവന്നിരിക്കുന്നു എന്ന് ചോദിച്ചാൽ സയന്റിഫിക് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് അത് ചുവപ്പ് നിറത്തിനെ മാത്രം പ്രതിഫലിപ്പിക്കുന്നു, ബാക്കി നിറങ്ങളെ അബ്സോർബ് ചെയ്യുന്നു അല്ലെങ്കിൽ ആഗിരണം ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ചോദ്യം അല്ലെങ്കിൽ മെറ്റാഫിസിക്സിലെ ചോദ്യം എന്നാൽ എന്തുകൊണ്ട് ആ വസ്തു ചുവന്ന നിറത്തിനെ മാത്രം പ്രതിഫലിപ്പിക്കുന്നു? അപ്പോൾ അതിന് വ്യക്തമായൊരു ആൻസർ പറയാൻ നമുക്ക് ഫിസിക്സിൽ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഭൗതിക ശാസ്ത്രത്തിൽ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മറ്റൊരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്ന സിമ്പിളായുള്ള ആൻസർ, ഒരു സാധാരണക്കാരോട് നമ്മൾ ചോദിച്ചാൽ അദ്ദേഹം പറയുന്ന മറുപടി അത് അങ്ങനെയാണ്. അപ്പോൾ അതാണ് അതിൻ്റെ സഹജമായ സ്വഭാവം. ഈ സഹജം എന്നുള്ള വാക്കൊക്കെ എന്ന് വെച്ചാൽ കൂടെ ജനിക്കുന്നത് എന്നുള്ളതാണ്. നമ്മുടെ കൂടെ ജനിക്കുന്ന നമ്മുടെ പ്രകൃതം എന്ന് പറയുന്നതാണ് സഹജം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പൂവിനെ ആ രീതിയിലാണ് ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ അത് പ്രകൃതിയുടെ ഒരു ധർമ്മമാണ്, അത് പ്രകൃതിയുടെ രഹസ്യങ്ങളിലേക്കുള്ള ഒരു താക്കോലാണ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ആശാമേനോന്റെ ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട്, പൂക്കളിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ പൂക്കൾ എന്ന് പറയുന്നത് വലിയൊരു മലയോരത്തിൽ ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന പൂക്കൾ, വളരെ വർണ്ണശബളമായ പൂക്കൾ അവിടെ നിൽക്കുന്നു. അവിടെ നമ്മൾ സയൻസിൽ പഠിച്ചിട്ടുള്ളത് ഈ പൂക്കൾക്ക് ഇത്രയും മണവും വർണ്ണവും ഒക്കെ കൊടുക്കുന്നത് പരാഗണം നടക്കുന്നതിന് വേണ്ടി, മറ്റുള്ള പ്രാണികളെ, ഷഡ്പദങ്ങളെയൊക്കെ ആകർഷിക്കുന്നതിന് വേണ്ടിയാണെന്നാണ്. പക്ഷേ മറ്റൊരു ചിന്തയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ദേ ആർ റിയലി ദ ഡോർസ് ടു മിസ്റ്ററി, അതായത് നിഗൂഢതകളിലേക്കുള്ള വാതിലുകളാണ് ഈ പൂക്കൾ എന്നാണ്. നമുക്കറിയാം, നമ്മൾ വളരെ പ്രശസ്തമായ ഒരു കഥ നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു സാഹിത്യ കൃതി നമ്മൾ വായിച്ചിട്ടുണ്ട്, ആലീസ് ഇൻ വണ്ടർലാൻഡ്. അപ്പോൾ ഇവിടെയും നമ്മൾ കാണുന്നത് അത്ഭുതകരമായ ഒരു ലോകത്തിലേക്ക് നമുക്ക് പോവുകയാണ്. നിസ്സാരമായ ഒരു പൂവ് വിരിയുന്ന കാഴ്ച എന്നെ കണ്ണീരിനും അപ്പുറമുള്ള വികാരത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു എന്നാണ് റൊമാൻറ്റിക് കവിയായ വില്യം വേർഡ്സ്വർത്ത് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഇൻറ്റിമേഷൻസ് ഓഡ് എന്ന് പറയുന്ന ഓഡ് ഓൺ ദി ഇൻറ്റിമേഷൻസ് ഓഫ് ഇമ്മോർട്ടാലിറ്റി, റികളക്ഷൻസ് ഫ്രം ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുന്ന കവിതയിൽ അദ്ദേഹം പറയുന്നത്, ഒരു പൂവ് വിരിയുന്ന കാഴ്ച എന്നെ കണ്ണീരിന് കൊണ്ട് പോലും പ്രകടിപ്പിക്കാൻ കഴിയാത്ത ഒരു വികാര തലത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു എന്നാണ്. അപ്പോൾ ഈ പൂക്കളെല്ലാം തന്നെ ദേ ആർ ദ ഡോർസ് ടു മിസ്റ്ററി. പൂക്കൾ മാത്രമല്ല, ഈ പ്രപഞ്ചത്തിലുള്ള എന്തും നിഗൂഢതയുടെ വാതിലുകളാണ്. പക്ഷേ അതിലേക്ക് ഇറങ്ങാനുള്ള താക്കോൽ നമുക്ക് വേണം. അതിന് നമ്മൾ വേണ്ടത് വി ഹാവ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. നമ്മളിങ്ങനെ ചോദ്യങ്ങൾ നമ്മളോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക എന്നാണ്. നിരന്തരമായ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക, നമുക്ക് ഉത്തരം കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ പൂവിൻ്റെ സഹജമായ രൂപം അല്ലെങ്കിൽ സഹജമായ ഭാവം എന്ന് പറയുന്നത് ആ നിറമാണ്, അല്ലെങ്കിൽ ആ നിറത്തിൽ തന്നെയാണ് ആ പൂവ് വിരിഞ്ഞിരിക്കുന്നതെന്നാണ്. ഇപ്പോൾ പരമഹംസനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ശ്രീരാമകൃഷ്ണ പരമഹംസൻ. ഭാരതത്തിൻ്റെ ആത്മീയ ചൈതന്യത്തിനെ ലോകം മുഴുവൻ വിളിച്ചോതിയ വിവേകാനന്ദ സ്വാമികളുടെ ഗുരുവായിരുന്നു പരമഹംസൻ. അപ്പോൾ അദ്ദേഹത്തിനോട് ഒരിക്കൽ ആരോ ചോദിച്ചു, നിങ്ങൾ ഈ പറയുന്ന ദൈവം എന്ന് പറയുന്ന ശക്തി ഉണ്ട് എങ്കിൽ നിങ്ങൾ ഇന്നിവിടെ നിൽക്കുന്ന ഈ ഒരു ചെമ്പനീർ ചെടിയുണ്ട്, ആ ചെമ്പനീർ പൂവിൻ്റെ അല്ലെങ്കിൽ ചെമ്പനിനീർ എന്ന് പറയുന്ന ആ പൂവിൻ്റെ നിറം നിങ്ങൾക്കൊന്ന് മാറ്റാൻ സാധിക്കുമോ, നിങ്ങളുടെ ദൈവത്തിന് മാറ്റാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ സഹജമായ ഒരു ഭാവത്തോടു കൂടി, ഒരു മന്ദഹാസത്തോടു കൂടി അദ്ദേഹം പറഞ്ഞത്, ആ പൂവിനെ അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, അതിനെ മാറ്റേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഈ പറയുന്ന സൃഷ്ടികർത്താവായ ദൈവത്തിനെ അല്ലെങ്കിൽ ഈശ്വരനെ അല്ലെങ്കിൽ ആ പറയുന്ന ഒരു ഭാവത്തിനെയൊക്കെ നിങ്ങൾ വെല്ലുവിളിക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്.
അപ്പോൾ മറ്റേ ആളുടെ മുഖത്ത് നമുക്കറിയാം സ്വാഭാവികമായിട്ടും ഒരു പുച്ഛം കലർന്നൊരു ചിരിയായിരിക്കും ഉണ്ടാവുക. പരമഹംസൻ ഒന്ന് തന്നെ പറയാതെ പോയി. പക്ഷെ അത്ഭുതം എന്ന് പറയുന്നത് പിറ്റേന്ന് രാവിലെ ഈ ചെടിയുടെ പൂവിൻ്റെ നിറം മാറിയിരുന്നു എന്നാണ്. ഇപ്പം ഇതിന് വായിച്ചറിഞ്ഞ ഒരു സംഭവമാണ്. പരമഹംസനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ഗദാധരൻ എന്നായിരുന്നു ബാല്യകാലത്തിൽ. അപ്പോൾ അദ്ദേഹത്തിനുണ്ടായ ഫസ്റ്റ് ESP. പലരും വിചാരിക്കുന്നുണ്ട് എന്താണ് ESP എന്ന് വെച്ചാൽ. ESP എന്ന് വെച്ചാൽ എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ എന്നാണ്, അല്ലെങ്കിൽ എക്സ്റ്റെൻഡഡ് സെൻസറി പെർസെപ്ഷൻ. അപ്പം ഞാൻ നേരത്തെ റൊമാൻറ്റിക് കാലഘട്ടത്തിലെ ഒരു കവിയെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ സമകാലികനായിരുന്ന, അദ്ദേഹത്തിൻ്റെ ആത്മസുഹൃത്തായിരുന്ന ST കോൾറിഡ്ജ് അല്ലെങ്കിൽ സാമുവൽ ടൈലർ കോൾറിഡ്ജ് എന്ന റൊമാൻറ്റിക് കവി. അദ്ദേഹം ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിൻ്റെ കവിതയെ പറിച്ചു നട്ടിരുന്നത് ഈ പറയുന്ന മേഖലയിലായിരുന്നു, മെറ്റാഫിസിക്സിൻ്റെ മേഖലയിലായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കവിതകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരുതരം നിഗൂഢത കാണാൻ പറ്റുന്നതാണ്. സോൾവ്ഡ് ഇൻ ദ ഡ്രീം ടെറിട്ടറി ഓഫ് പോയിട്രി എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ സ്വപ്നത്തിൽ കുതിർന്ന കവിതകൾ എഴുതുന്ന ആളായിരുന്നു എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കവിതകളെ കുറിച്ച് പൊതുവായിട്ട് നമ്മൾ പറയുന്നത് ദ വില്ലിംഗ് സസ്പെൻഷൻ ഓഫ് ഡിസ്ബിലീഫ്. അതായത് നമ്മുടെ മുകളിൽ ഇങ്ങനെ ഞാന്ന് കിടക്കുകയാണ്, വിശ്വസിക്കണമോ വേണ്ടയോ എന്നുള്ള ഒരു സംഗതി നമ്മുടെ മുകളിൽ ഇങ്ങനെ ഞാന്ന് കിടക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം, അല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കാം. അതാണ് ദ വില്ലിംഗ് സസ്പെൻഷൻ ഓഫ് ഡിസ്ബിലീഫ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കവിതകളിൽ നമ്മളിത് കാണുന്നു, ഈ പറയുന്ന ഒരു അപ്പോൾ അദ്ദേഹത്തിൻ്റെ കവിതകളിലും ഈ പറയുന്ന ESP, അതിന് അദ്ദേഹം പറയുന്നത് എക്സ്റ്റെൻഡഡ് സെൻസറി പെർസെപ്ഷൻ എന്നാണ്. അപ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്തേക്കുള്ള കാഴ്ചകൾ എന്നാണ്, അല്ലെങ്കിൽ അപ്പുറത്തേക്കുള്ള സംവേദനങ്ങൾ എന്നാണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ സാധാരണ നമ്മുടെ കണ്ണിന് ഒരു കപ്പാസിറ്റി ഉണ്ട്. നമ്മുടെ കണ്ണിൻ്റെ കപ്പാസിറ്റി എന്ന് നമുക്കറിയാം, നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാഴ്ചയേ ഉള്ളൂ എന്നാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ തന്നെ കേട്ടിട്ടുണ്ട്, നമ്മുടെ അടുത്തുള്ള പട്ടിയുടെയോ അല്ലെങ്കിൽ പൂച്ചയുടെയോ കാഴ്ചശക്തി എന്ന് പറയുന്നത്, പട്ടിയുടെ ഘ്രാണശക്തി, അതിനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, മണം പിടിക്കാനുള്ള കഴിവ് അറിയാം. അപ്പോൾ ഇതേപോലെ നമ്മുടെ ചുറ്റാകെയുള്ള ജീവജാലങ്ങൾക്കെല്ലാം മനുഷ്യനുള്ളതിനേക്കാൾ വളരെ പവർഫുൾ ആയിട്ടുള്ള ഐസൈറ്റ് ഉണ്ട് എന്നുള്ളത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. അപ്പം നിസ്സാരമായ ഒരു ചീവീട് കേൾപ്പിക്കുന്ന ഒരു ശബ്ദം നമ്മൾ കേട്ടിട്ടുണ്ട്. അത് അതിൻ്റെ ഫ്രണ്ടിലെ കാലുകൾ വെച്ച് അല്ലെങ്കിൽ അതിൻ്റെ ആൻറ്റിന വെച്ച് ഇങ്ങനെ ഉരയ്ക്കുന്ന ശബ്ദമാണ് ഈ പറയുന്ന വലിയ കർണകഠോരമായ ശബ്ദമായിട്ട് ഈർച്ചവാളിൻ്റെ ശബ്ദം പോലെ നമുക്ക് അനുഭവപ്പെടുന്നതാണ്. നമ്മുടെ ചുറ്റാകെ മൂളിപ്പറക്കുന്ന മസ്കിറ്റോസ് അല്ലെങ്കിൽ കൊതുകുകൾ, അവയുടെ ചിറകടി ശബ്ദമാണ് ഈ നിതാന്തമായ മൂളലായിട്ട് നമ്മൾ അനുഭവിക്കുന്നത്. അപ്പം നമ്മുടെ ചുറ്റാകെയുള്ള എല്ലാ ജീവജാലങ്ങളും തന്നെ സോ ദേ ആർ എക്വിപ്ഡ് വിത്ത് സെർട്ടൺ പവേഴ്സ്, അവർക്ക് കുറേ പവേഴ്സ് ഉണ്ടെന്നാണ്. അപ്പോൾ ഇങ്ങനെ മനുഷ്യന് അവൻ്റെ കാഴ്ചയുടെയും കേൾവിയുടെയും കപ്പാസിറ്റി ലിമിറ്റഡ് ആണ്. കേൾവിയുടെ ശക്തി നമുക്കറിയാം 20 Hz to 20,000 Hz ഇടയ്ക്ക് നമുക്ക് കേൾക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന കപ്പാസിറ്റീസിനെ ഇഫ് യു ക്യാൻ എക്സ്റ്റെൻഡ് ടു അനദർ ലെവൽ, മറ്റൊരു ലെവലിലേക്ക് നമുക്കിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ESP എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ അല്ലെങ്കിൽ എക്സ്റ്റെൻഡഡ് സെൻസറി പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളതിനെ മലയാളത്തിൽ അതീന്ദ്രിയ അനുഭൂതി എന്ന് പറയാം. അതീന്ദ്രിയ അനുഭൂതി അല്ലെങ്കിൽ അതീന്ദ്രിയ അനുഭവം എന്ന് പറയാൻ പറ്റും. ഈ പറയുന്ന ഗദാധരൻ, അദ്ദേഹത്തിനുണ്ടായ ആദ്യത്തെ ESP എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അതീന്ദ്രിയ അനുഭവം എന്ന് പറയുന്നത് അദ്ദേഹം ഒരു വയലിലൂടെ നടന്നു വരികയായിരുന്നു. അപ്പോൾ നല്ല കറുകറുത്ത മാനം, ആകാശം നല്ല കാർമേഘങ്ങൾ കൊണ്ട് നിറഞ്ഞ് കറുകറുത്ത് ഇരിക്കുക എന്നൊരു സന്ധ്യാസമയം. അപ്പോൾ ആ കറുകറുത്ത പശ്ചാത്തലത്തിലൂടെ നല്ല വെളുവെളുത്ത കൊറ്റികൾ പറന്നുപോയി എന്നാണ്. നല്ല വെളുവെളുത്ത കൊറ്റികൾ പറന്നുപോയി. അപ്പോൾ ബ്ലാക്കിൻ്റെയും വൈറ്റിൻ്റെയുമായ ഈ ഒരു റെയർ കോമ്പിനേഷൻ അദ്ദേഹത്തിനെ ബോധരഹിതനാക്കി എന്നാണ്, ഒരുതരം മോഹാലസ്യപ്പെട്ട അദ്ദേഹം വീണുപോയി എന്നാണ്. അപ്പോൾ ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ESP എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ആ ഒരു അനുഭവം, അതീന്ദ്രിയ അനുഭവം എന്ന് പറയുന്നത് അതായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കഴിവുകൾ ഒരാളിന് മാത്രമാണോ അല്ലെങ്കിൽ എല്ലാ ആളുകളിലും ഉണ്ടോ? അപ്പോൾ ഇത് നമ്മൾ വളരെ കാര്യക്ഷമമായിട്ട് ചിന്തിക്കേണ്ട അല്ലെങ്കിൽ വളരെ തീവ്രമായിട്ട് അന്വേഷിക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. സ്വാമി വിവേകാനന്ദൻ്റെയും പരമഹംസൻ്റെയും കാര്യം പറഞ്ഞതുകൊണ്ട് ഭാരതത്തിൽ നിലനിന്നിരുന്ന ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ ഒരു ചെറിയ എലമെൻ്റ് കൂടി ഇവിടെ പറയുന്നത് ഉചിതമാണെന്ന് തോന്നുന്നു. OV വിജയൻ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ പറയുന്നത്, മഹാസമുദ്രത്തിലേക്ക് വഴിതെറ്റി വന്ന പരൽമീൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് 2 തരത്തിലുള്ള ഗുരുശിഷ്യ ബന്ധങ്ങളെ കുറിച്ചാണ്. ഒന്നിനെ പറയുന്ന മാർജാരമുറയെന്നും മറ്റതിന് പറയുന്നത് വാനരമുറയുമെന്നാണ്. അപ്പം മാർജാരമുറ എന്ന് പറഞ്ഞാൽ ഈ മാർജാരം പൂച്ച അതിൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നത് അതിൻ്റെ ഈ കഴുത്തിൻ്റെ ഭാഗത്ത് ഇങ്ങനെ തൂക്കിയെടുത്തുകൊണ്ടാണ്. അവിടെ കുഞ്ഞിന് യാതൊരു വിധത്തിലുള്ള റെസ്പോൺസിബിലിറ്റി ഇല്ല. ഇത് അമ്മ പൂച്ചയുടെ ഉത്തരവാദിത്വമാണ് ഈ പറയുന്ന കുഞ്ഞിനെ സേഫായി കൊണ്ടുപോയി മറ്റൊരു സ്ഥലത്തേക്ക് വയ്ക്കുക എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ വാനരൻ എന്ന് പറഞ്ഞാൽ വാനരൻ്റെ കുഞ്ഞിൻ്റെ ഉത്തരവാദിത്വമാണ് അതിൻ്റെ അമ്മയുടെ പള്ളയിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ച് കിടക്കുക. അമ്മ ഇങ്ങനെ ഒന്നിൽ നിന്ന് വേറൊന്നിലേക്ക് ചാടി പോകുമ്പോഴും ഈ അള്ളിപ്പിടിച്ച് കിടക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്വം കുഞ്ഞിൽ നിക്ഷിപ്തമാണ്.
അപ്പോൾ ഇത് 2 അനുഭവങ്ങളാണ്, ഗുരു ശിഷ്യ പരമ്പരകളുടെ 2 അനുഭവ സാക്ഷ്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞു തന്നാണ്. ഇതിൽ ഒന്നാമത്തേത് ഗുരു ശിഷ്യനെ അന്വേഷിച്ച് വരുന്നു, 2 ശിഷ്യൻ ഗുരുവിനെ അന്വേഷിച്ച് പോകുന്നു. ഇതാണ് ഭാരതീയ സംസ്കാരത്തിലുള്ള 2 തരത്തിലുള്ള ഗുരു ശിഷ്യ ബന്ധമെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആദ്യത്തേതായിരുന്നു, അല്ലെങ്കിൽ മാർജാര മുറയായിരുന്നു നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ഗുരുവായ ശ്രീരാമകൃഷ്ണ പരമഹംസൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യനെ കണ്ടെത്തുന്നു ഈ പറയുന്ന നരേന്ദ്രനാഥ് ദത്തയിൽ. അദ്ദേഹമാണ് പിന്നീട് സ്വാമി വിവേകാനന്ദൻ എന്ന യുവസന്യാസിയായി മാറിയത്. അപ്പോൾ അവിടെ ഒരു അമ്മപ്പൂച്ച എപ്രകാരത്തിലാണോ വാത്സല്യത്തോടെ തൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോകുന്നത്, അപ്രകാരത്തിൽ അദ്ദേഹത്തിൻ്റെ സിദ്ധികൾ, കഴിവുകൾ, അദ്ദേഹത്തിൻ്റെ അതീന്ദ്രിയ അനുഭൂതികൾ, ഈ പറഞ്ഞതെല്ലാം തന്നെ അദ്ദേഹം ഈ പറയുന്ന സ്വാമി വിവേകാനന്ദന് കൊടുത്തു എന്നാണ്. അങ്ങനെ കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ജന്മാന്തരങ്ങൾക്കപ്പുറമുള്ള യാത്രകളിലേക്ക് നമുക്ക് പോകേണ്ടി വരും. അത് ഈ ഒരു സെഗ്മെന്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല, വരുന്ന സെഗ്മെന്റുകളിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ മെറ്റാഫിസിക്സും ESPയെയും കുറിച്ചുള്ള ഒരു ലൈറ്റ് ഇൻട്രൊഡക്ഷനാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ പലതും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നു, പലതും അപ്രസക്തമായിട്ട് നമ്മളതിനെ തള്ളിക്കളയുന്നു. അതിലൊന്നാണ് നമ്മൾ സാധാരണ പറയുന്ന ദജാവു എന്ന് പറയുന്ന എക്സ്പീരിയൻസ്. ദജാവു എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു കാര്യം എപ്പോഴെങ്കിലും സംഭവിക്കുമ്പോൾ അത് മുൻപ് എപ്പോഴോ സംഭവിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് മാത്രം പൂർണ്ണമായും ബോധ്യം വരുന്ന ഒരു അനുഭവം. പലർക്കും അത് ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അതിനെ നമ്മൾ പറയുന്നത് ദജാവു എന്നാണ്. അപ്പോൾ ഈ ദജാവു എന്താണ്, ദജാവിനെ കുറിച്ച് നമുക്കൊരു സെഗ്മെന്റ് തന്നെ ചെയ്യണം. കാരണം അത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വിഷയങ്ങൾ പറയേണ്ട, അത്രയും ഡീറ്റെയിൽ ചെയ്യേണ്ട ഒരു സബ്ജക്റ്റാണ് ദജാവു. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞത് എന്താണ് മെറ്റാഫിസിക്സ്. മെറ്റാഫിസിക്സ് മീൻസ് ബിയോണ്ട് ഫിസിക്സ്. സാധാരണ നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കും അപ്പുറത്തേക്കുള്ള കാഴ്ചകളെയും അപ്പുറത്തേക്കുള്ള അനുഭവങ്ങളെയും കുറിച്ചുള്ള ഒരു അന്വേഷണം. അതാണ് ESP അല്ലെങ്കിൽ ഈ പറയുന്ന മെറ്റാഫിസിക്സ്. എല്ലാ ആളുകളിലും ഈ പറയുന്ന ESP ഉണ്ട്. നമ്മൾ സാധാരണ ഉറങ്ങുമ്പോൾ നമുക്കറിയാം, നമ്മൾ മറ്റേതൊരു മനോമണ്ഡലത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ബോധ തരംഗത്തിലേക്ക് നമ്മൾ ട്യൂൺ ചെയ്യപ്പെടുന്നു. നമുക്കറിയില്ല, നമുക്ക് കൺട്രോൾ ഇല്ലാതെ അത് പോകുന്നു. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ലൈറ്റായിട്ടുള്ള എക്സ്പീരിയൻസുകളാണ്, നമുക്കുണ്ടാകുന്ന ചെറിയ ചെറിയ എക്സ്പീരിയൻസുകളാണ്. ഇത് ബാല്യകാലത്ത് നമ്മൾ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്തിരുന്നു. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ 8 വയസ്സിന് മുൻപ് വരെ. ഇപ്പോൾ 8 വയസ്സ് വരുമ്പോഴാണ് നമ്മളൊരു പ്രത്യേകമായ പൂർണ്ണത ഉണ്ടാകുന്നു, നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വേറൊരു ബോധമണ്ഡലത്തിലേക്ക് നമ്മൾ ട്യൂൺ ചെയ്യപ്പെടുന്നതാണ്. അതുകൊണ്ടാണ് ഈ ചെറിയ കുട്ടികൾ ഒരുപാട് തരത്തിലുള്ള പ്രാങ്കുകൾ കാണിക്കുന്നു. നമുക്കറിയാം, നമുക്ക് ലോജിക്കൽ ആയിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളും കുട്ടികൾ ചെയ്യുന്നു എന്നാണ്. അപ്പോൾ അതാണ് 7 വയസ്സൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ് വി വിൽ ഡിസ്കസ് ഇൻ അനദർ സെഗ്മെന്റ്. സോ ഐ തിങ്ക് ഐ ഹാവ് ഓപ്പൺഡ് എ വിൻഡോ ടു മെറ്റാഫിസിക്സ് ആൻഡ് ESP. സോ വരുന്ന അധ്യായങ്ങളിൽ കൂടുതൽ രസകരമായ, കൗതുകമുണർത്തുന്ന, ജിജ്ഞാസ ഉണർത്തുന്ന വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. Thank you very much for your patient listening. Thank you.